ഏതെങ്കിലും ഒരു പോയിന്റിൽ ആളുകൾ കാത്തു നിൽക്കുകയല്ല, ഏതെങ്കിലും ഒരു പോയിന്റ് അല്ല, എല്ലായിടത്തും ഒരു മനുഷ്യച്ചങ്ങല പോലെ ജനങ്ങൾ ഏറിയും കുറഞ്ഞും കാത്തു നിൽക്കുന്നുണ്ട്. കാണാൻ ഒരാൾ കാത്തു നിൽക്കാത്ത ഒരു ഗ്യാപ്പ് എവിടെയും കാണുന്നില്ല. അപ്പോൾ അത്ര വലിയ വീണ്ടും വണ്ടി സ്റ്റോപ്പായിരിക്കുകയാണ്. ഈ പറയുന്ന നിർണിതമായിട്ടുള്ള പോയിന്റുകൾ മാത്രമല്ല, വഴിയിലെല്ലാം ആളുകൾ കാത്തു നിൽക്കുന്നു. കുഞ്ഞുങ്ങളെയുമായി വന്നിട്ട് ഒരു പൂവറിയാൻ അവസരം ചോദിക്കുന്ന അച്ഛനമ്മമാരെ നമ്മൾ എല്ലായിടത്തും കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു അപൂർവമായ കാഴ്ചയാണ്. കേരളത്തെ സംബന്ധിച്ച് തുല്യമായ ഒരു കാഴ്ചയാണ്. ഒരു രാഷ്ട്രീയ നേതാവിന് കേരളം വിട ചൊല്ലുകയാണ്. രാഷ്ട്രീയക്കാരെ കുറിച്ച് അവമതിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന കാലത്ത് രാഷ്ട്രീയക്കാരെ കുറിച്ച് കേരളത്തിനുള്ള മതിപ്പ് എന്താണ് എന്ന് നമ്മൾ ആവർത്തിച്ച് ഇത്തരം സന്ദർഭങ്ങളിലൂടെ കാണുകയാണ്. എന്തായാലും തീരുമാനിച്ചതിനേക്കാൾ ഒരുപാട് വൈകുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല. വളരെ 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 വൈകിയാണ് ഇതിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം കഴിഞ്ഞാൽ ഇനിയുള്ളത് റൂറൽ ഏരിയയിലേക്ക് പോകുമ്പോൾ കൂടുതൽ ആൾക്കാരുണ്ടാവാനുള്ള സാധ്യത വളരെ. ഇതിപ്പോൾ സിറ്റി ഏരിയ ആണ് സത്യം പറഞ്ഞാൽ. ഇത് കഴിഞ്ഞ് കുറച്ചുകൂടെ പോകുമ്പോൾ റൂറൽ ഏരിയയിലേക്ക് വരുമ്പോൾ ആളുകൾ പലയിടത്തായി കൂടി നിൽക്കുന്നുണ്ടാവും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓൾറെഡി ഇതിന്റെ ഷെഡ്യൂൾ അനൗൺസ് ചെയ്ത് കഴിയുകയും തത്സമയ വിവരങ്ങൾ TV-യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആളുകൾക്ക് എപ്പോൾ അവരുടെ പോയിന്റിൽ വരുമെന്ന് അറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ആൾക്കാർ കണക്ക് കൂട്ടി കാത്തിരിക്കും. നമുക്ക് വണ്ടി നിരന്തരമായി സ്റ്റോപ്പ് ചെയ്യപ്പെടുകയാണ്. കാരണം അത്രയും ആളുകൾ കൂടി നിൽക്കുകയാണ്. എന്തായാലും ഇത് അപൂർവമായ കാഴ്ചകളിലൊന്ന്. മനുഷ്യരുടെ സ്നേഹത്തിന്റെ, ആദരവിന്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ധന്യ ഇവിടെ നിന്ന്. അതാണ് ആ മുദ്രാവാക്യം വിളികളിൽ നിന്ന് തന്നെ നമുക്കത് കേൾക്കാൻ സാധിക്കും. എത്രത്തോളമാണ് VS അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതിന്റെ ഒരു നേർക്കാഴ്ച. നേരത്തെ നിഷാദ് പറഞ്ഞതുപോലെ അതൊരു വളരെ റെയർ ആയിട്ടുള്ള ഒരു കാഴ്ച കൂടിയാണ് കേരളത്തിനെ സംബന്ധിച്ച്. കാരണം ഇത്രയധികം നെഞ്ചോട് ചേർത്തൊരു നേതാവ് ഇതിന് മുൻപ് ഈ പറയുന്ന ഈ തലമുറയിലെ ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന മനുഷ്യർക്കിടയിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. നമ്മൾ കണ്ട, നമുക്ക് പരിചിതനായ, നമ്മളുടെ വിഷയങ്ങളിൽ ഇടപെട്ടിരുന്ന, നമുക്ക് വേണ്ടി സംസാരിച്ചിരുന്ന, നമുക്ക് വേണ്ടി പോരാടിയിരുന്ന, സമരം നയിച്ചിരുന്ന നേതാവാണ്. സ്വാഭാവികമായിട്ടും പാർട്ടിക്ക്, പ്രവർത്തകർക്കപ്പുറത്തേക്ക് അത്രയധികം ആളുകൾ VS-നെ അവസാനമായൊരു നോക്ക് കാണാൻ തിങ്ങി നിറയും. അങ്ങനെ മുഷ്ടി ചുരുട്ടി ആ വിലാപയാത്ര മെല്ലെ നീങ്ങുകയാണ്. മനുഷ്യരാകെ മുഷ്ടി ചുരുട്ടുകയാണ്. അതിൽ നേരത്തെ നിഷാദ് പറഞ്ഞതുപോലെ അതിൽ പാർട്ടി ഭേദമന്യേ മുഷ്ടി ചുരുട്ടുന്നു എന്നുള്ളതാണ്. അത് VS-നോടുള്ള സ്നേഹമാണ്, VS-നോടുള്ള ബഹുമാനമാണ് ഓരോരുത്തരും ഉയർത്തുന്ന, ഇല്ലെങ്കിൽ വാനിലേക്ക് ഉയരുന്ന ആ മുഷ്ടികളിൽ നിന്ന് VS-നോടുള്ള ബഹുമാനമാണ് ആ ഒഴുകുന്നത്. VS നൽകിയ ഊർജത്തിൽ നിന്നാണ് അത്രയധികം ആളുകൾ ആ നടക്കുന്നത്. VS-നൊപ്പം കിലോമീറ്ററുകളോളം നടക്കുകയാണ്. അത്രയധികം ആളുകൾ VS-നെ അവിടെ നിന്ന്, തലസ്ഥാനത്ത് നിന്ന് അവസാനമായി യാത്രയാക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സെയ്ഫ് സെയ്ലാദ്ദീൻ ചേരുന്നുണ്ട്. സെയ്ഫ്, ഓരോരുത്തരുടെയും പ്രതികരണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഏറ്റവും, അതായത് നമുക്ക് കുറച്ചുകൂടി ഉള്ളിലേക്ക് എടുക്കാൻ MA-ബേബിയുടെയൊക്കെ സംസാരം നമുക്കറിയാം. ഇവർക്കൊക്കെ എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ടാവും, ഇവരുടെയൊക്കെ തുടക്കം മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നത് മുതൽ ഇപ്പോൾ വരെയുള്ള
കാലത്ത് എത്രത്തോളമായിരിക്കും VS ഓരോ ഘട്ടങ്ങളിലും സ്വാധീനിച്ചിട്ടുണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പം സ്വാഭാവികമായിട്ടും പാർട്ടി പ്രവർത്തകർ, അതിപ്പോൾ പ്രായമുള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും പാർട്ടിക്കാരെ സംബന്ധിച്ച് അത് അങ്ങനെ തന്നെയായിരിക്കും എല്ലാ കാലവും. പക്ഷെ അവർ പറയുന്നത് ഇതൊരു യുഗാന്ത്യമാണ്. VS അവസാനിക്കുക അല്ലെങ്കിൽ VS മരിച്ചു പോവുക എന്നുള്ളത് അതൊരു യുഗാന്ത്യമാണ്. എന്നാൽ ആ VS മരിക്കുന്നില്ല എന്ന് MA ബേബി പറഞ്ഞു വെക്കുകയായിരുന്നു. അത്തരത്തിൽ ഈ മുദ്രാവാക്യത്തെ അക്ഷരാർത്ഥത്തിൽ അത് അങ്ങനെ തന്നെ VS മരിക്കുന്നില്ല എന്ന് പറയുന്നത് അതൊരു സ്റ്റേറ്റ്മെന്റ് കൂടിയല്ലേ? അത് MA ബേബി പോലെയുള്ള ആളുകൾ അത് പറയുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? VS എങ്ങനെ ഇനി ജനമനസ്സുകളിൽ എങ്ങനെ ജീവിക്കുമെന്നാണ്. ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് സ്വീകാര്യം ജംഗ്ഷനിൽ വലിയ ആൾക്കൂട്ടം നൽകുന്ന സ്വീകരണത്തിന്റെ തത്സമയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആളുകള് വലിയ ജനസഞ്ചയം പൂക്കളുമായി കാത്തു നിൽക്കുന്നു. കൂടുതലും സ്ത്രീകൾ കാത്തു നിൽക്കുന്നതിന്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആളുകൾക്ക് അവരുടെ അവസാനത്തെ ഒരു പിടി പൂക്കൾ അർപ്പിക്കാൻ നൂറുകണക്കിന് ആളുകൾ സ്വീകാര്യം ജംഗ്ഷനിൽ കാത്തു നിൽക്കുന്നു. സ്വീകാര്യത്തിന്റെ ഓരോ പോയിന്റുകൾ, സ്വീകാര്യം നമ്മളിപ്പോൾ കുറെ സമയം പറയുന്നുണ്ട്, അതിന്റെ ഓരോ പോയിന്റുകളിലായി കാത്തു നിൽക്കുന്നത് നൂറുകണക്കിന് ആളുകളാണ്. പ്രായമായ സ്ത്രീകളടക്കം എത്രയോ മനുഷ്യർ VS അച്യുതാനന്ദനുള്ള സ്നേഹവായ്പ പങ്കുവെക്കാൻ, അവസാനത്തെ ഒരു ലാൽ സലാം മുഴക്കാൻ, മറന്നുപോയിട്ടില്ല എന്ന് പറയാൻ, നന്ദി പറയാൻ കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് മനുഷ്യർ തെരുവോരങ്ങളിൽ കാത്തു നിൽക്കുകയാണ്. എല്ലാ വിഭാഗത്തിലുള്ള മനുഷ്യർ, എല്ലാ രാഷ്ട്രീയത്തിലുമുള്ള മനുഷ്യർ, എല്ലാ ജെൻഡറിലുമുള്ള മനുഷ്യർ, എല്ലാ തരത്തിലുള്ള പ്രായ വ്യത്യാസങ്ങളില്ലാത്ത മനുഷ്യർ കാത്തു നിൽക്കുന്നതിന്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിപ്പോൾ സ്വീകാര്യത്തേക്ക് വന്നപ്പോൾ ജനങ്ങൾ എന്തുമാത്രം എവിടെ നിന്നൊക്കെയോ ഒഴുകി വരുന്ന മനുഷ്യർ ഒരു പാരാവാരം പോലെ, ഒരു കടൽ പോലെ രൂപപ്പെട്ടിരിക്കുന്നു. ഇവിടെ അവരുടെ സ്നേഹവായ്പിന്റെ, അവരുടെ സമര മുദ്രാവാക്യങ്ങളുടെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ നിന്ന് VS അച്യുതാനന്ദന്റെ ഭൗതിക ദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ സ്വീകാര്യത്തെത്തിയിരിക്കുന്നു. അതിന്റെ സമയക്രമം ഇപ്പോഴും പാലിക്കാൻ കഴിയാത്ത വിധം വലിയ ജനസഞ്ചയം തെരുവുകളിൽ കാത്തു നിൽക്കുന്നു. VSനോട് അന്ത്യോപചാരം അർപ്പിക്കാൻ, നന്ദി പറയാൻ, സ്നേഹം പങ്കുവെക്കാൻ, ഇഷ്ടമായിരുന്നു എന്ന് പറയാൻ കാത്തു നിൽക്കുന്ന മനുഷ്യർ. കുട്ടികൾ VS അച്യുതാനന്ദന്റെ ചിത്രവും വരച്ചുകൊണ്ടുവന്ന് അത് ശവമഞ്ചത്തിൽ അർപ്പിക്കുന്ന കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്. അത് ഈ വാഹനത്തിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് കുട്ടികൾ വരച്ചു കൊടുത്ത പടങ്ങളൊക്കെ. ഒരുപാട് കുട്ടികളുമായിട്ട് അച്ഛനും അമ്മമാർ വരുന്നു, കുട്ടികളെ കൊണ്ട് അതിലേക്ക് പൂക്കൾ അറിയിപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ എന്തുമാത്രം VSനോട് സ്നേഹം ഉണ്ടായിരുന്നു. അപ്പം ഒരു തലമുറ അദ്ദേഹത്തെ ആ സ്നേഹം അതിന്റെ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിന്റെ കാഴ്ചയാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക. VS നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നുവെന്ന്, സ്നേഹത്തിന്റെ പ്രതീകമായിരുന്നുവെന്ന്, രാഷ്ട്രീയത്തിലെ വലിയ ശബ്ദമായിരുന്നുവെന്ന് അടുത്ത തലമുറയ്ക്ക് ഒരു സന്ദേശം പകർന്നു കൊടുക്കലാണ് ഏത് ഈ കുട്ടികളെ കൊണ്ടുവരിക, കുട്ടികളെ കൊണ്ട് പൂക്കൾ അറിയിപ്പിക്കുക, ആദരമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ നാടുണ്ടാക്കിയതിന്, ഈ നാട് സൃഷ്ടിച്ചതിന് നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കേണ്ട ഒരു മനുഷ്യനാണ് കേട്ടോ ഈ കടന്നു പോവേണ്ടത് എന്ന് പുതിയ തലമുറയോട് പറയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സ്വീകാര്യത്ത് നൂറുകണക്കിന് ആളുകൾ കാത്തു നിൽക്കുന്നു VS അച്യുതാനന്ദനെ മുദ്രാവാക്യം വിളികളോടെ. കണ്ണേ കരളെ റോസാപ്പൂവേ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ റോസാപ്പൂക്കൾ എറിയുന്ന കാണാം. റോസാപ്പൂക്കളുടെ ദളങ്ങൾ വാരി എറിയുകയാണ് ആളുകൾ VSന്റെ ഈ വിലാപയാത്രാ വാഹനത്തിന് നേരെ. അപ്പൊ ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന വിളി അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾ സാധ്യമാക്കുന്നതിന്റെ കാഴ്ച. റോസാപ്പൂക്കൾ എറിഞ്ഞുകൊണ്ട് സ്നേഹത്തിന്റെയും വീരാരാധനയുടെ ഒരു കാഴ്ച. നിങ്ങൾ വലിയ 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 നേതാവായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ വിട പറഞ്ഞു പോകുമ്പോൾ ഞങ്ങളെല്ലാം ഓർക്കുന്നുണ്ട് എന്ന് പറയുന്ന ബോധ്യമുള്ള മനുഷ്യരുടെ ജനസഞ്ചയത്തെ നമ്മൾ ഈ തെരുവിന് ചുറ്റും കാണുകയാണ്. വിചാരിച്ചതുപോലെയല്ല. വേഗത്തിൽ വാഹനം കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടെങ്കിൽ, പോലീസിന്റെ വലിയ സെക്യൂരിറ്റി ക്രമീകരണമൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അങ്ങനെയല്ല. ജനങ്ങൾ ഒഴുകി വന്നാൽ അതിനൊന്നും സാധ്യമാകാത്ത വിധമുള്ള പ്രതിസന്ധിയിലൂടെ, അല്ലെങ്കിൽ വളരെ സ്ലോ മൂഡിലാണ് ഇപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ കേരളത്തിനാരായിരുന്നു എന്ന് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. VS അച്യുതാനന്ദൻ കേരളത്തിന് അത്രമേൽ പ്രിയപ്പെട്ട ആളായിരുന്നു. കേരളത്തിൽ എന്തുമാത്രം രേഖപ്പെടുത്തിയ മനുഷ്യനായിരുന്നുവെന്ന് നമുക്കിവിടെ നിൽക്കുമ്പോൾ നിശ്ചയമായും അറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ശ്രീകാര്യത്ത് മാത്രമേ വെച്ചിട്ടുള്ളൂ. തിരുവനന്തപുരം റീജിയൻ ഇപ്പോഴും പിന്നിടാൻ കഴിഞ്ഞിട്ടില്ല. വാഹനം മുന്നോട്ട് നീങ്ങുമ്പോഴും ആർത്തിയോടെ ഓടി വരുന്ന മനുഷ്യരുണ്ടല്ലോ. അവസാനത്തെ നോക്ക് ഒരിക്കൽ കൂടി കാണാൻ വേണ്ടി മനുഷ്യരെ കാണാം. ഓടി വരുന്ന ആൾക്കാർ, മിസ്സാവരുതേ എന്ന പ്രാർത്ഥനയോടെ ഓടി വരുന്ന മനുഷ്യരുണ്ട്. VS അച്യുതാനന്ദൻ മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് ഒരു പാലമിട്ട് വെച്ചത് എങ്ങനെയാണ് എന്നറിയാൻ, മനുഷ്യരുടെ ഹൃദയത്തിൽ ഒരു ശുഭരേഖ വരച്ചു പോയത് എങ്ങനെയാണ് എന്നറിയാൻ,
മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് വെളിച്ചം വീശിപ്പോയത് എങ്ങനെയാണെന്ന് അറിയാൻ ഈ കാഴ്ചകൾ കണ്ടാൽ മാത്രം മതിയാവും. അത്രത്തോളം വി എസ് അച്യുതാനന്ദനെ മനുഷ്യർ സ്നേഹിക്കുന്നു, അത്രത്തോളം വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം സ്നേഹത്തിൻ്റെ വികാര വായ്പകൾ പങ്കുവെക്കുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വി എസ് അച്യുതാനന്ദൻ്റെ വാഹന വ്യൂഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശവമഞ്ചവും പേറിക്കൊണ്ടുള്ള വാഹന വ്യൂഹം ഇപ്പോഴും സ്വീകാര്യം. തിരുവനന്തപുരം റീജിയൻ കടന്നിട്ടില്ല. അവിടെ നിന്നുള്ള വാഹന വ്യൂഹത്തിൻ്റെ അകത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഈ ടൈം ഷെഡ്യൂൾ കീപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് അവിടെ ഉണ്ട്. എന്തായാലും ആളുകളുടെ തിരക്ക് കുറയുമ്പോൾ വേഗത്തിൽ ഓടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരിപ്പോൾ. പക്ഷേ അത് എന്തുമാത്രം പോസിബിൾ ആവുമെന്ന് കാണണം. ഇപ്പോൾ ഒരു വലിയ ജനക്കൂട്ടത്തെ പിന്തുണയ്ക്കൊണ്ട് വണ്ടി കുറച്ചുകൂടി വേഗത്തിലായിട്ടുണ്ട് എന്ന് നമുക്കിപ്പോൾ കാണാൻ കഴിയും. എന്തായാലും ശ്രീകാര്യം കടന്ന വാഹനം ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. പോകുമ്പോഴും വഴിയിലെല്ലാം ആൾക്കൂട്ടമുണ്ട്. ചെറിയ ചെറിയ ആൾക്കൂട്ടമാണെങ്കിലും വണ്ടി നിർത്താതെ കടന്നു പോവുകയാണ് ചെയ്യുക. ആളുകൾക്ക് ജസ്റ്റ് കണ്ടുപോകാനുള്ള അവസരം മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്യുകയും ആളുകൾക്ക് ജസ്റ്റ് ഒന്ന് പൂക്കളെറിയാനുള്ള അവസരം ഒരുക്കുകയും ചെയ്യും. എല്ലായിടത്തും കൂടുതൽ സമയം നിർത്തേണ്ട വിധത്തിലുള്ള ആളുകളുണ്ട് എന്ന് കാണാം. പക്ഷേ അത്രയും ആളുകൾക്ക് വേണ്ടി സമയം അനുവദിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നെ അത് സമയം അതിൻ്റെ ഒരു ഷെഡ്യൂൾ കീപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. എന്തായാലും വി എസ് അച്യുതാനന്ദൻ കടന്നു പോകുന്ന വഴികളിലാകെ ജനക്കൂട്ടം കഴിഞ്ഞിട്ടില്ല. നമ്മൾ അടുത്ത് വീണ്ടും കാണുന്നതും ജനസഞ്ചയത്തിൻ്റെ കാഴ്ചയെ തന്നെയാണ്. ആളുകൾ പിരിഞ്ഞു പോകുന്നില്ല. അത് വൈകുന്നേരമാകുന്നതോട് കാര്യങ്ങൾ കുറച്ചുകൂടി വേഗതയിൽ ആളുകൾ വരുന്നതിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. അവസാനമായിട്ട് വി എസ് നേതാ അന്ത്യോപചാരം അർപ്പിക്കാൻ ഈ എൻ്റെ ക്യാമറയിലേക്ക് വരും. ഇവിടെ ഏതൊക്കെ കൈൻഡ് ഓഫ് ആളുകളാണ് വരുന്നത് ഒന്ന് കാണാനുള്ള ശ്രമം നടത്തുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും